ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് എൻ്റെ പ്രിയതമൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്തുള്ള പണേര അമ്പലത്തിലേക്കാണ് വന്നേക്കുന്നത്. അമ്പലത്തിലെങ്ങും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളും ഭഗവാനും പിന്നെ തിരുമേനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയിട്ടോ. അങ്ങനെ അർച്ചനയുടെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അമ്പലത്തേക്കും തൊഴുതിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. എൻ്റെ അയത്തേട്ടൻ അങ്ങനെ ഇങ്ങനെയൊന്നും അമ്പലത്തിൽ പോകാൻ വരാറില്ല. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണേ. ഇനി എനിക്ക് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്നെ ക്ലാസ്സിനും കൊണ്ടാക്കും, അയത്തേട്ടൻ ഓഫീസിലേക്കും പോകും. പിന്നെ വൈകിട്ടേ ഉള്ളൂ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ദാണ്ടെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ചേട്ടനും ചേച്ചിയും കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്ത കേക്കുമായിട്ട് എൻ്റെ അനിയന്മാർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ അനിയനും പിന്നെ മറ്റേത് ചേട്ടൻ്റെ അനിയനുമാണ്. രണ്ടുപേരോടാണ് കേട്ടോ കൊണ്ട് തന്നത് എനിക്ക് കേക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് രണ്ടുപേരുടെ മുഖമൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, വീഡിയോയിൽ കാണാതിരിക്കാൻ. അങ്ങനെ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറുന്ന സമയം കൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ചേട്ടനും ഗിഫ്റ്റ് ചെയ്ത കേക്ക്. പിന്നെ ഇത് ചേച്ചിയും ചേട്ടനും കൊണ്ടുവന്നതാണ്. അപ്പോൾ ചേട്ടൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി കേട്ടോ ഞങ്ങൾ കേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക്. പിന്നെ കേക്കൊക്കെ മുറിച്ചു. ഞങ്ങളാണെങ്കിൽ ഈ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ നടന്നാലും നമ്മൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു കേക്കെങ്കിലും നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. ഇല്ലാത്ത ഒരു വർഷം പോലും നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മുടെ കണ്ണാപ്പിയും അർഷിക്കുട്ടനും ചേട്ടനും കൂടെ കേക്ക് മുറിക്കുക കേട്ടോ. അവന്മാർ രണ്ടും കൂടി ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയായിരുന്നേ. അർഷിക്കുട്ടനാണെങ്കിൽ കേക്ക് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അത് അളിച്ച് വരാനായിട്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്യലും കൊടുക്കലും വാങ്ങലും എല്ലാം ആയിരുന്നു അവിടെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇങ്ങനെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുകയും. നമുക്കൊരു പ്രത്യേക സന്തോഷമാണത്. എല്ലാ പ്രാവശ്യവും നടക്കുന്നതാണ്. എല്ലാ വർഷവും ഞങ്ങളത് മിസ് ചെയ്യാതെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ചേട്ടനൊരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കീ ചെയിൻ ആണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അർഷിക്കുട്ടനാണെങ്കിൽ ഒരു വട്ടമൊന്നും കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. വീണ്ടും കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അവനെ വേറൊരു പണി ഒപ്പിച്ചു. കേക്കെല്ലാം കൂടെ അഴിച്ച് വാരി എടുത്തു കേട്ടോ കയ്യിൽ. ശരിക്കും ഈ വീഡിയോ ജനുവരി 2 തീയതി എടുത്തതാണ്. ചേട്ടൻ്റെ ബർത്ത്ഡേ ജനുവരി 2 തീയതിയാണ് കേട്ടോ. പിന്നെ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും താമസിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇരിക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.